ഡോക്ടർ ഗോപകുമാർ, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന അതിപ്രധാനമായ പ്രഖ്യാപനങ്ങൾ നടത്താൻ പ്രധാനമന്ത്രിക്ക് വിലക്കൊന്നുമില്ല. നമ്മൾ അവിടേക്കല്ല കാര്യങ്ങളെ ചുരുക്കുന്നതെങ്കിൽ പോലും ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തെ അങ്ങനെ കാണാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ഒരു സംശയം. രണ്ട്, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡോക്ടർ സമ്പത്തും ശ്രീ എൻ കെ പ്രേമചന്ദ്രനും പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ അജണ്ടയെക്കുറിച്ച് പറയാം. പക്ഷേ എൻ്റെ ഒരു സംശയം, BJP മുന്നോട്ട് വെക്കുന്ന ഭരണത്തിലെ സ്ത്രീ പ്രാതിനിധ്യം നിഷേധിക്കുന്നു എന്നൊരു സ്ട്രോങ്ങർ ലോജിക്, അത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദീർഘകാല പദ്ധതിയായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായി BJP മനഃപൂർവ്വം ഉപയോഗിക്കുകയാണോ? നമ്മുടെ ഒരു പാർലമെൻ്ററി സമ്പ്രദായം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം 365 ദിവസവും തീർച്ചയായും ചർച്ചയിൽ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പല്ല നടക്കുന്നത്, അസംബ്ലി തിരഞ്ഞെടുപ്പ്. അത് 5 സംസ്ഥാനങ്ങളിലേക്ക് മാത്രം, 5 സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി നിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും രാജ്യത്താകമാനം നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ അത് ഏതെങ്കിലും സംസ്ഥാനത്തിനകത്തേക്ക് ആ ചർച്ച വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ പ്രധാനമന്ത്രി പ്രസംഗിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു പ്രസ്താവനയും പത്രങ്ങളിൽ വരികയോ TV-യിൽ ചർച്ചയിൽ വരികയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വയലേഷനായിട്ട് ബാധിക്കാം. ദേശീയ പ്രശ്നമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അതായിക്കൊള്ളട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ ഇത് നമുക്ക് തടുക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ഈ മിഡ് ടേം ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കോൺട്രവേഴ്സീസ് വരുമ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനും അത് വേണ്ടി വന്നാൽ അതിനെ ചൂഷണം ചെയ്യാനും ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷവും എല്ലാം ചെയ്യും. അപ്പോൾ അത് പാർലമെൻ്ററി പൊളിറ്റിക്സിനകത്ത് ഇന്നവിറ്റബിളാണ്. ഒരു നാഷണൽ ഇലക്ഷൻ നടക്കുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണെന്ന് ഞാനും പറയും. ഇപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ചർച്ച വരുമ്പോൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഭരണകക്ഷിയും പ്രതിപക്ഷവും നടത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വയലേഷനാണ്. അപ്പോൾ ആര് പറഞ്ഞാലും അത് കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് അതിനെ എടുക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്ക് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ദൂരദർശനും ടെലിവിഷനും ഒക്കെ ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യമുള്ളപ്പോൾ പ്രത്യേക അഡ്രസ്സായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ സ്വാധീനമായി കണക്കാക്കാം. പക്ഷേ ഈ ചർച്ച ഇവിടെ നടക്കുമ്പോൾ വളരെ പ്രഗത്ഭരായ 2 പാർലമെൻറ്റേറിയൻസ് ഉണ്ട്, ഡോക്ടർ സമ്പത്തും ഡോക്ടർ പ്രേമേന്ദ്രനും, അതേപോലെ BJP-യിൽ നിന്ന് ജയചന്ദ്രനും. ഞാൻ വാസ്തവത്തെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ വിഷയം 2 പ്രധാനപ്പെട്ട എലിമെൻറ്റ്സ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. ഒന്ന് വനിതകളുടെ സംവരണം, മറ്റൊന്ന് മണ്ഡല പുനർനിർണയം. നമ്മുടെ മുമ്പിൽ 106-ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ നിയമം സാധാരണഗതിയിൽ സ്വാഭാവികമായി നടപ്പിലാക്കാനാണ് വിട്ടിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെ ആയി. വിട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ആയി. കാരണം ഇന്നലെ പരാജയപ്പെട്ടതോടുകൂടി വിട്ടിരുന്നെങ്കിൽ 2027 സെൻസസിൻ്റെ ഡേറ്റയെല്ലാം വന്ന് മണ്ഡല പുനർനിർണയം നടന്നു വന്ന് അത് കംപ്ലീറ്റ് ആകുമ്പോൾ 2034 മാത്രമേ ഇത് രണ്ടും ഒരുമിച്ച് നടപ്പിലാവുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ 2034 33% റിസർവേഷൻ വിമണിനും നടക്കും. 2027 ഡേറ്റ വെച്ച് ഡീലിമിറ്റേഷനും നടക്കും. ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടിക്കെട്ടിയതാണ് 106-ാം ഭേദഗതിയിൽ. നേരത്തെ ജയചന്ദ്രൻ പറഞ്ഞ കാര്യം വാസ്തവത്തിൽ അത് ശരിയാണ്. 106-ാം ഭേദഗതിയിൽ ഇത് രണ്ടും കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. അന്ന് ഇത് രണ്ടും കൂടെ കൂട്ടി എടുത്തപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചാൽ ഒവൈസിയുടെ പാർട്ടി മാത്രമേ എതിർത്തുള്ളൂ, ബാക്കി എല്ലാവരും യുണൈറ്റഡായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇത് പറയുമ്പോഴും 131-ാമത്തെ ഭേദഗതി ബില്ല് കൊണ്ടുവന്നതിൻ്റെ സാങ്കത്യം ഞാനും ആലോചിച്ചിട്ടും എനിക്കും വാസ്തവത്തിൽ വലിയൊരു ധാരണ ഉണ്ടാകുന്നില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ NDA സഖ്യം വേണ്ടത്തെ ഗ്രഹപാഠം ചെയ്യാതെ വളരെ പെട്ടെന്ന് ഇത് പുതിയൊരു ഭേദഗതി കൊണ്ടുവരാൻ തുടങ്ങി. ഈ ഭേദഗതി കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ അതിനെ 2 രീതിയിലും രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തു. ഒന്ന്, ഞങ്ങൾ വനിതാ സംവരണത്തിനെതിരല്ല എന്ന് പറയുകയും വേണമെങ്കിൽ 543 കൂടി ചെയ്തോളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ പറയുന്നതിനകത്ത് ഒരർത്ഥമില്ല. കാരണം 543 നേരത്തെ ചെയ്യണമായിരുന്നെങ്കിൽ ഇത് 2ആക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. മാത്രമല്ല പരമ്പരാഗതമായി നമ്മൾ 1996-ലെ ചരിത്രം നോക്കിയാൽ ഇപ്പോൾ ഡോക്ടർ സമ്പത്തിന് നന്നായിട്ട് അറിയാമല്ലോ, ഗീതാ മുഖർജിയും മറ്റും വനിതാ സംവരണം കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ വാദിച്ച് എത്ര പരിശ്രമങ്ങൾ 2004 വരെ നടത്തി.
അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലെ പുരുഷ മേധാവിത്വം അത് അംഗീകരിക്കാതിരുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും വൈകിപ്പോയത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡീലിമിറ്റേഷൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പുരുഷ മേധാവിത്വമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്. കാരണം അവരുടെ കോട്ട ഓഫ് സീറ്റ്സ് നഷ്ടപ്പെടുന്നില്ല. പുതുതായിട്ട് വരുന്ന മണ്ഡല പുനർനിർണ്ണയം കൂടി വരുന്നത് കൊണ്ട് ടോട്ടൽ നമ്പറിനകത്ത് ഈ 1/3 വിമൻ റിസർവേഷൻ പ്രാവർത്തികമാക്കാൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി അതാണ് നടക്കാൻ പോകുന്നത് 2034. പക്ഷേ ഈ ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതി ബില്ല് അതിനകത്തുണ്ടായ ഒരു കാര്യത്തിലാണ് പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, എന്തുകൊണ്ട് 2011 സെൻസസ് എന്നൊരു കാര്യം അതിനകത്ത് ആവശ്യപ്പെട്ടു. ആ 2011 സെൻസസ് ആൾറെഡി ഡേറ്റ നമ്മുടെ മുമ്പിലുള്ളതാണ്. അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ഡേറ്റയുമാണ്. നമ്മളിപ്പോൾ 2026 നിൽക്കുകയാണ്. 27 ഡേറ്റ വന്നിട്ട് പുതിയത് ചെയ്യാതെ പോരെ. അതിനു മുമ്പ് ഈ 11 കൊണ്ടുവന്നതിൻ്റെ കാര്യം സാങ്കത്യം എന്താണ്? ഒരു പക്ഷേ അതിൻ്റെ ഉദ്ദേശം നിലവിലുള്ള ഡെമോഗ്രഫിക്ക് വലിയ മാറ്റം വരാതെ 2029 അസംബ്ലി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇത് എഫക്റ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം കൊണ്ടുവരാൻ ശ്രമിച്ചത്. രണ്ടാമതൊരു പരിമിതി ഈ ഗവൺമെൻറ്റിന് ഈ ബില്ലുമായി വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്, ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈക്വലായിട്ട് 50% വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എനിക്ക് 1 മണിക്കൂർ സമയം തന്നാൽ ഞാനത് ചെയ്യാമെന്ന് അമിത്ഷാ പറയുകയും ചെയ്തു. പക്ഷെ അത് എന്തുകൊണ്ട് അവിടെ ആ ഗ്രഹപാഠം നേരത്തെ വന്നില്ല? പ്രതിപക്ഷ പാർട്ടികളുടെ വിശ്വാസം ചർച്ചയ്ക്കിടെ പറഞ്ഞു പോയതല്ലാതെ ഇത് ആ ബില്ലിൽ എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ പെട്ടെന്ന് കയ്യിൽ നിന്നിട്ട് പറയാനൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. പിന്നെ നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ 2011 ആണെങ്കിൽ ബീഹാറും രാജസ്ഥാനും എംപിയും ഡൽഹിയും ഒക്കെ കൂടിയാൽ തന്നെ വലിയൊരു സംഖ്യ കിട്ടും. അതാണ് എന്തുകൊണ്ട് 2011 എന്നതിന് ഉത്തരം അത് തന്നെയാണെന്ന് തോന്നുന്നു.